എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ കോട്ടയത്തിനടുത്ത് വൈക്കം നഗരത്തിലുള്ള ലോകപ്രശസ്തമായ മഹാക്ഷേത്രമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തെപ്പറ്റി പറയുവാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വൃശ്ചികം 26 ഡിസംബർ 12 വൈക്കത്ത് അഷ്ടമി നടക്കുന്നു. അപ്പം ഒരു കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഒരേ ദിവസം തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ഭാവങ്ങളിൽ ഭഗവാൻ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. അതായത് പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തി, ഉച്ചയ്ക്ക് കിരാതമൂർത്തി, വൈകുന്നേരം പാർവതീ സമേതനായ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും മടിയിലിരുത്തിയ രാജരാജേശ്വരൻ. ഇങ്ങനെ 3 ഭാവങ്ങളിലാണ് ഭഗവാന്റെ ദർശനം ഇവിടെ ലഭിക്കുന്നത്. രാവിലെ ദർശനം നടത്തിയാൽ ജ്ഞാനവും, ഉച്ചയ്ക്ക് വിജയവും, വൈകിട്ടാണ് ദർശനമെങ്കിൽ സിദ്ധിയുമാണ് ഫലം. ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് വൈക്കത്തഷ്ടമി. വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി തിഥി ദിവസമാണ് വൈക്കത്തഷ്ടമി ആഘോഷിക്കുന്നത്. അഷ്ടമി ആഘോഷിക്കുന്ന ദിവസത്തിൽ 11 ദിവസം മുൻപ് കൊടിയേറുന്നതോടെ അഷ്ടമി മഹോത്സവം ആരംഭിക്കും. 13-ാം ദിവസമാണ് ആറാട്ട്. ഇത് വൈക്കത്താറാട്ടെന്നറിയപ്പെടുന്നു. വേദകാലത്തോളം തന്നെ പഴക്കമുള്ള വൈക്കത്തപ്പൻ്റെ അഥവാ വയ്യാഗ്രപുരേശൻ്റെ ചരിത്രം സ്കന്ദപുരാണം, പത്മപുരാണം, ഭാർഗവപുരാണം തുടങ്ങിയ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. മാല്യവാൻ എന്ന ഗുരുവിൽ നിന്നും ശൈവമന്ത്രോപദേശം തേടി ചിദംബരത്ത് ചെന്ന് തീവ്ര തപസ് അനുഷ്ഠിച്ച് 3 ശിവലിംഗങ്ങൾ പ്രാപ്തനാക്കിയ ഖരൻ എന്ന ഉപാസകൻ വിധിവശാൽ ഭൂമിയിൽ വയ്ക്കേണ്ടി വന്നു ആ ശിവലിംഗങ്ങൾ. ഖരൻ വലത് കൈയിൽ എടുത്തിരുന്നതാണ് വൈക്കം ക്ഷേത്രത്തിൽ ആരാധിച്ചു വരുന്നത്. കഴുത്തിൽ ഇറുക്കി എടുത്തത് കടുത്തുരുത്തിയിലും ഇറക്കേണ്ടി വന്നു. അതാണ് കടുത്തുരുത്തിയിലെ ശിവപ്രതിഷ്ഠ. ഇടത് കൈയാൽ എടുത്തത് ഏറ്റുമാനൂരിൽ ആരാധിച്ചു വരുന്നു എന്നാണ് ഐതിഹ്യം. അതിനാൽ തന്നെ ഒരു ദിവസം തന്നെ ഈ 3 ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് എത്തി ദർശനം കിട്ടുകയാണെങ്കിൽ ആ ഭക്തന് ദീർഘായുസ്സും അതുപോലെ തന്നെ അവരുടെ സകല ആഗ്രഹങ്ങളുമൊക്കെ സഫലമാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഖരൻ കൊണ്ടുവന്നു വച്ച ശിവചൈതന്യം മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ കണ്ടെടുത്ത് പ്രതിഷ്ഠിക്കുകയും പിന്നീട് പൂജിച്ച് സംരക്ഷിച്ചത് വ്യാഘ്രപാദ മഹർഷിയാണ്. നിരവധി കാലം ശിവഭജനം ചെയ്ത് വയ്യാഗ്രപുരം എന്ന വൈക്കത്ത് കഴിഞ്ഞ മഹർഷിക്ക് ഒരു വൃശ്ചിക മാസത്തിൽ കർത്തവർഷത്തിലെ അഷ്ടമി തിഥി ദിവസം വൈക്കത്തപ്പൻ സകുടുംബം ആനന്ദ ദർശനം കൊടുത്തു. ആ സുദിനമാണ് വൈക്കത്തഷ്ടമി. ഉത്സവമായി ഇന്ന് കൊണ്ടാടുന്നത് ഈ ഒരു ദിവസമാണ്. അനേകകാലത്തെ തീവ്ര തപസ്സിൻ്റെയും ഉപാസനയുടെയും ഫലമായി നേടിയ ഈശ്വര വരദാനം സഹജീവികളുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കുതകുന്ന ആ ദർശനഭാഗ്യമാവണം എല്ലാവർക്കുമെന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ച വ്യാഘ്രപാദ മഹർഷിയുടെ കഥയാണ് മറ്റ് ക്ഷേത്രോത്സവങ്ങളിൽ നിന്നും വൈക്കത്തഷ്ടമി ഉത്സവത്തെ വേർതിരിച്ച് നിർത്തുന്നത്. ആ മഹാദേവൻ്റെ ഇച്ഛപ്രകാരമാണ് വൃശ്ചികാഷ്ടമി ദിവസം പ്രധാനമായി ഉത്സവം ക്രമീകരിക്കപ്പെട്ടത്. അല്ലാതെ മനുഷ്യ നിർദ്ദേശപ്രകാരമല്ല, മഹാദേവൻ്റെ നിർദ്ദേശം തന്നെയാണ് ഇങ്ങനെ വൃശ്ചികാഷ്ടമി ദിവസം ഭക്തർക്ക് ഉത്സവമായിട്ട് ഈ ഒരു ഉത്സവം ക്രമീകരിക്കപ്പെടേണ്ടത് എന്ന്. കൊടിയേറുന്നത് മുതൽ 14 രാപ്പകലുകൾ വൈക്കം നഗരത്തെയും സമീപ പ്രദേശങ്ങളെയുമൊക്കെ ഉത്സവലഹരിയിലാക്കുന്ന വൈക്കത്തഷ്ടമി മഹോത്സവം വിദൂരങ്ങളിൽ നിന്ന് പോലുമുള്ള ബന്ധുമിത്രാദികളുടെ വരവും സഹവാസവും ജാതിമത ചിന്തകൾക്ക് അതീതമായി ജനങ്ങളുടെ ഒത്തുചേരലുകളും എല്ലാം ഇവിടെ കാണാം. കിഴക്കോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രത്തിൽ ശ്രീപാർവതിയുടെ സാന്നിധ്യവുമുണ്ട്. ഇവിടെ അന്നദാന പ്രഭു എന്നാണ് മഹാദേവനെ അറിയപ്പെടുന്നത്. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പൻ്റെ ഏറ്റവും പ്രധാന വഴിപാട് പ്രാതലാണ്. ക്ഷേത്രത്തിൽ ഊട്ടുപുഴ, ക്ഷേത്ര കലാപീഠം, കമ്പലക്കുളം, വേമ്പനാട്ടിൽ കായലിന് സമീപം ബോട്ട് ജെട്ടി എന്നിവയുമുണ്ട്. ഗണപതി, സുബ്രഹ്മണ്യൻ, നാഗദൈവങ്ങൾ, പനച്ചിക്കൽ ഭഗവതി എന്നിവ ഇവിടുത്തെ ഉപദേവതകളാണ്. ഇനി വൈക്കത്തപ്പൻ്റെ ദർശനം ആർക്കൊക്കെയാണ് അനുകൂലം എന്നും ഒരു ഫലസിദ്ധിയെപ്പറ്റി പറയാം. ജാതകത്തിൽ അനിഷ്ടനായ ആദിത്യൻ്റെ ദോഷത്തെ പരിഹരിക്കുന്നതിന് വൈക്കത്തപ്പനെ ദർശിക്കുന്നത് നന്നായിരിക്കും. ശനിദോഷ പരിഹാരങ്ങൾക്കും ഇങ്ങനെ ശിവഭജനം വൈക്കത്തപ്പനെ ദർശിക്കുന്നത് അനുകൂലമാണ്. അതായത് ആദിത്യൻ്റെയും ശനിയുടെയും ദശാകാലത്ത് ജന്മനക്ഷത്രം തോറുമൊക്കെ ശിവക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഈ വൈക്കത്തപ്പൻ്റെ ദർശനം ഏറ്റവും വലിയ ഗുണങ്ങൾ, ഫലസിദ്ധി ഉണ്ടാക്കും എന്നറിയുക. അവരെ ആ ഒരു ദോഷങ്ങളിൽ നിന്നൊക്കെ ഭഗവാൻ കാത്തുകൊള്ളും.
അതുപോലെ തന്നെ ഏഴരശനി, കണ്ടകശനിയും അഷ്ടമശനിയും ഒക്കെ അനുഭവിക്കുന്നവർക്കും ഈ ശനിദശാകാലം അനുഭവിക്കുന്നവർക്കുമെല്ലാം ഈ ഒരു വൈക്കത്തപ്പനെ ദർശിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. അതുപോലെ തന്നെ ജാതകത്തിൽ സൂര്യൻ, ശനി എന്നീ ഗ്രഹങ്ങൾക്ക് അഷ്ടമത്തിലെ സ്ഥിതി ഉണ്ടാവുക, ഇവരുടെ അഷ്ടമാധിപത്യം, ഇവരുടെ മാരകത്വം എന്നിവ മൂന്നും ഭവിക്കുകയൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങൾക്ക്, ഈ സൂര്യൻ, ശനി തുടങ്ങിയ ഗ്രഹങ്ങൾക്ക് 6-ാം ഭാവവുമായിട്ട് ബന്ധം വരികയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഗ്രഹദോഷ ശാന്തിക്ക് വൈക്കത്തപ്പനെ ദർശിക്കുന്നത് അനുകൂലമായിരിക്കും. ദശാകാല പരിഗണന ഇല്ലാതെ തന്നെ രോഗശാന്തിക്കും ആയുർദോഷ ശാന്തിക്കും അപകടങ്ങളിൽ നിന്നുമൊക്കെ മോചനത്തിനും ഒക്കെ ഈ ഒരു വൈക്കത്തപ്പനെ ദർശിക്കുന്നത് അനുകൂലമാണ്. ശത്രുദോഷം, ആഭിചാരബാധ തുടങ്ങിയവയ്ക്കൊക്കെ പരിഹാരമായിട്ടും വൈക്കത്തപ്പൻ്റെ ദർശനം ഈ ഒരു ദോഷങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കും എന്നറിയുക. അറിഞ്ഞും അറിയാതെയും വന്നു ഭവിച്ചിട്ടുള്ള വിഷബാധകളുടെ ശമനത്തിനും വിഷബാധ ഏൽക്കാതിരിക്കാനുമൊക്കെ ഈ വൈക്കത്തപ്പൻ്റെ ദർശനം അനുകൂലമായിരിക്കും. ആദിത്യനോ ശനിക്കോ ഒക്കെ മംഗല്യസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് മംഗല്യ തടസ്സങ്ങളോ വിവാഹത്തിന് കാലതാമസമോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അവർക്കും ഈ ഒരു സന്നിധിയിൽ മഹേശ്വര പൂജയും സ്വയംവര പൂജയും ഒക്കെ നടത്തുന്നത് നന്നായിരിക്കും. സൂര്യനോ ശനിക്കോ 5-9 ഭാവങ്ങളുമായിട്ട് ബന്ധം വന്നാലും അവർ ദക്ഷിണാമൂർത്തിയാണ് ഭജിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവരുമൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തിയുടെ ഒരു അനുഗ്രഹം കിട്ടുവാനായിട്ട് വൈക്കത്തപ്പനെ ദർശനം നടത്തുന്നത് നന്നായിരിക്കും. വൈക്കം ക്ഷേത്രത്തെപ്പറ്റി ഓർക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലോടിയെത്തുന്നത് വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയാണല്ലോ. അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന അയിത്തത്തിനെതിരെ സത്യാഗ്രഹ പ്രസ്ഥാനം ഈ ഒരു മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് സംഘടിപ്പിക്കപ്പെട്ടത്. ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു ഈ ഒരു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. യാഥാസ്ഥിതികരുടെ എതിർപ്പിനെ മറികടന്ന് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായിട്ട് ഈ കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഈ ഒരു സംസാര ജീവിതത്തിൽ മാതൃകയാക്കേണ്ട നിരവധി മൂല്യങ്ങൾ ആണ്ടുതോറും വിരസമാകാതെ മനസ്സുകളിലേക്ക് പകർന്നു നൽകാൻ ഈ അഷ്ടമി ഉത്സവത്തിന് കഴിയുന്നു എന്നുള്ള ഒരു അറിയപ്പെടേണ്ട കാര്യമാണ്. എങ്ങനെയെന്നാൽ വ്രതശുദ്ധിയോടെ ചെമ്പിലഴയൻ്റെ കുടുംബക്കാർ കൊണ്ടുവന്ന് കൊടിമരച്ചുവട്ടിൽ സമർപ്പിക്കുന്ന പട്ടുചുറ്റിയ കയറിലാണ് അഷ്ടമി ഉത്സവത്തിന് കൊടിയേറുന്നത്. വൈക്കത്തപ്പൻ്റെ എഴുന്നള്ളത്തുകൾ ക്ഷേത്ര മതിൽക്കകം വിട്ട് പുറത്തു പോകുന്ന അവസരങ്ങളിൽ ക്ഷേത്ര സമീപത്തുള്ള ഈഴവ കുടുംബത്തിൻ്റെ ധർമ്മദൈവ സങ്കേതമായ കാലാക്കൽ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ഉടവാൾ പിടിച്ച് അംഗരക്ഷകൻ അകമ്പടി സേവിക്കുന്നതും അഷ്ടമി ദിവസം വിളക്കാചാരത്തിന് എഴുന്നള്ളി നിൽക്കുന്ന വൈക്കത്തപ്പൻ്റെയും മറ്റ് ദേവീദേവന്മാരുടെയും സന്നിധിയിലേക്ക് പല്ലക്കിലേറി വന്ന് കറുകയിൽ കൈമൾ വലിയ കാണിക്ക അർപ്പിക്കുന്നതും ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുവാനുള്ള വെളിച്ചെണ്ണ സമീപ ഗ്രാമത്തിൽ ക്രിസ്തീയ മതാചാരപ്രകാരം ജീവിക്കുന്ന കുടുംബക്കാർ തൊട്ടു നൽകണമെന്നതും അത്തരം സവിശേഷ ആചാരങ്ങളിൽ ചിലത് മാത്രം. എല്ലാ ആചാരങ്ങളിലും ഊടും പാവുമായി സഹവർത്തിത്വവും സഹകരണവും പ്രതിബിംബിക്കുന്നു. സാമൂഹികമായ ജീവിതക്രമങ്ങളെ മാനവികതയുമായി ബന്ധിപ്പിക്കുന്ന ആചാരങ്ങളോടൊപ്പം തപസ്സിലും വ്രതാനുഷ്ഠാനങ്ങളിലും മന്ത്രസാധനയിലും യോഗസാധനയിലും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള താന്ത്രിക കർമ്മങ്ങളും അതിലൊക്കെയുള്ള ഭക്തജന പങ്കാളിത്തവും അഷ്ടമി ഉത്സവത്തിൻ്റെ എടുത്തു പറയേണ്ട സവിശേഷതകളാണ്. പൂരപ്പൊലിമയോടെ കുടമാറ്റം നടത്തി ആചരിക്കുന്ന കാഴ്ച ശ്രീബലികളും 7-ാം ഉത്സവ നാളിൽ രാത്രിയിൽ പ്രശസ്തമായ ഋഷഭവാഹനം എഴുന്നള്ളിപ്പുകളും അഷ്ടമി നാൾ രാത്രിയിൽ ദേവീദേവന്മാരുടെ കൂടി എഴുന്നള്ളിപ്പും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വർണ്ണിക്കാനാവാത്ത അനുഭൂതി പകർന്നു നൽകുന്നു. ക്ഷേത്രസന്നിധിയിലെത്തുന്നവർക്ക് പ്രാതൽ എന്ന പേരിലും അത്താഴമൂട്ട് എന്ന പേരിലും ഭക്ഷണം നൽകുന്നു അന്നദാന പ്രഭുവായ വൈക്കത്തപ്പൻ്റെ സന്നിധിയിൽ. ഈ ഒരു ആചാരം അതിഥി ദേവോഭവ എന്ന ആർഷ സംസ്കൃതിയുടെ ധർമ്മബോധത്തിൻ്റെ മിന്നലാട്ടമായാണ് മനസ്സിലാക്കേണ്ടത്. രാജകീയ പ്രൗഢിയോടൊപ്പമുള്ള എഴുന്നള്ളിപ്പുകളും കലാമണ്ഡപത്തിൽ അരങ്ങേറ്റക്കാരും അരങ്ങറിഞ്ഞവരും പ്രദർശിപ്പിക്കുന്ന ദൃശ്യശ്രവ്യ വിസ്മയങ്ങളും ദീപക്കാഴ്ചകളും ഭൗതികാനന്ദത്തിൻ്റെ കൈവിളക്കുകളായി മനുഷ്യ മനസ്സുകളെ ആധ്യാത്മികാനന്ദത്തിലേക്ക് അറിയാതെ അടുപ്പിക്കുന്നു. എല്ലാവർക്കും വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.